real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. 6 മാസം ഭരണം പൂർത്തിയാക്കിയ നിലമ്പൂർ നഗരസഭയിൽ വികസന നിശ്ചലാവസ്ഥയാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. സാധാരണ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ നിലവിലെ പ്രവർത്തനങ്ങൾ തുടരുകയും പുതിയ പദ്ധതികൾ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് പതിവെങ്കിലും നിലമ്പൂരിൽ ഇത് രണ്ടും നടക്കുന്നില്ലെന്നാണ് പ്രതിപക്ഷ ആരോപണം. സാധാരണ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ നിലവിലെ പ്രവർത്തനങ്ങൾ തുടരുകയും പുതിയ പദ്ധതികൾ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ് പതിവെങ്കിലും നിലമ്പൂരിൽ ഇത് രണ്ടും നടക്കുന്നില്ലെന്നാണ് പ്രതിപക്ഷ ആരോപണം. വികസന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയമായി കണ്ട് മാറ്റി നിർത്തുകയാണെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നിലമ്പൂർ ചന്തക്കുന്നിലെ ബസ് സ്റ്റാൻഡിന്റെ പ്രവൃത്തി ഉടൻ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു ഷെഡ് മാറ്റി സ്ഥാപിച്ചതല്ലാതെ ഇതുവരെ പ്രവർത്തനങ്ങൾ ഒന്നും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഇത് നിലമ്പൂരിലെ മാത്രമല്ല പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇവർ പറഞ്ഞു. നിലമ്പൂർ ടൌണിലെ പുതിയ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ ഉടൻ നന്നാക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ നടപടികൾ ഉണ്ടായിട്ടില്ല. 2024 കേരളത്തിലെ മികച്ച 10 നഗരസഭകളിൽ ഒന്നായിരുന്ന നിലമ്പൂരിൽ ഇപ്പോൾ റോഡരികുകൾ കുമിഞ്ഞുകൂടുന്നത് മാലിന്യങ്ങളാണ്. കഴിഞ്ഞ ഭരണസമിതി മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങാനുള്ള പദ്ധതികൾ തുടങ്ങിയിരുന്നുവെങ്കിലും പുതിയ ഭരണസമിതി ഒന്നും പൂർത്തിയാക്കിയില്ല. പഴയ ഭരണസമിതി 3 നഗര കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയെങ്കിലും ഇപ്പോൾ അവയിലൊന്നും ആവശ്യത്തിന് മരുന്നുകളില്ല. കാർഷിക രംഗത്ത് ഒരു പുതിയ പദ്ധതികളും തുടങ്ങിയില്ല. നാടാകെ വെളിച്ചം പദ്ധതിയിൽ മുൻ ഭരണസമിതി വെച്ച ഫണ്ട് പോലും ചെലവഴിക്കാൻ പുതിയ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നും ആരോപണമുണ്ട്. നമ്മുടെ നിലമ്പൂർ നഗരസഭയിലും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സന്നദ്ധ പ്രവർത്തകരെയും വിപുലമായ യോഗങ്ങൾ സംഘടിപ്പിച്ച് ഒരു മാസ് ക്ലീനിങ് ക്യാമ്പയിൻ സംഘടിപ്പിക്കാറുണ്ട്. അത് ഇതിനു മുമ്പ് ഉള്ള UDFന്റെ ഭരണസമിതി, അതിനു മുമ്പ് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ചെയർമാനായ ഭരണസമിതി, ഈ കാലങ്ങളൊക്കെ നടന്നു വരുന്നതാണ്. പക്ഷേ ഈ വർഷം അത്തരത്തിലുള്ള ഒരു മാസ് ക്യാമ്പയിനിങ് ഈ നാട്ടിലെ ഈ പറയുന്ന വിഭാഗത്തൊക്കെ ആകെ യോജിപ്പിച്ചുകൊണ്ടൊരു മാസ് ക്യാമ്പയിനിങ് സംഘടിപ്പിക്കാൻ സാധിച്ചില്ല. എല്ലാ വാർഡിലും നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 20-25,000 രൂപ എല്ലാ വർഷവും വാർഡിന് ശുചീകരണ പ്രവർത്തനത്തിന് വാർഡ് ശുചീകരണ കമ്മിറ്റി കൊടുക്കും. ഈ വർഷം അത്തരം ഒരു കമ്മിറ്റികളെ യോഗം ചേർന്നില്ല എന്ന് മാത്രമല്ല ആ ഫണ്ട് അനുവദിച്ചു കൊടുത്തിട്ടില്ല. അതിൽ ഭരണപക്ഷ പ്രതിപക്ഷമൊന്നുമില്ല, മെമ്പർമാർക്ക് ആരും കിട്ടാം. SC/ST നഗരങ്ങളിലെ മിനി മാസ്റ്റ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് വാർഡുകളിൽ 20,000 മുതൽ 25,000 രൂപ വരെ ചെലവഴിച്ചിരുന്ന സ്ഥാനത്ത് നിലവിൽ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല. ഭിന്നശേഷി സൌഹൃദ അവാർഡ് നേടിയ നഗരസഭയിലെ ഭിന്നശേഷിക്കാർക്കായി പ്രവർത്തിച്ചിരുന്ന ഫിസിയോതെറാപ്പി സെന്റർ അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് 4 മാസമായി. ഭിന്നശേഷി മന്ദിരത്തിൽ MLA അനുവദിച്ച ഫണ്ട് ഉപയോഗിക്കാനും നടപടിയുണ്ടായില്ല. 2023 മികച്ച വയോജന നഗരസഭയ്ക്കുള്ള അവാർഡ് നേടിയ നിലമ്പൂരിൽ വൃദ്ധർക്കുള്ള ഒരു പകൽ വീട് അടച്ചുപൂട്ടുകയാണ് ചെയ്തത്. വാർഡുകളിലെ പദ്ധതികൾക്ക് തുക അനുവദിക്കുമ്പോൾ പ്രതിപക്ഷ വാർഡുകളെ മാറ്റി നിർത്തുകയാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ നല്ല പ്രവർത്തനങ്ങൾ പോലും തുടരേണ്ടെന്ന നിലപാടും വ്യക്തിവിദ്വേഷവുമാണ് പുതിയ ഭരണസമിതി പിന്തുടരുന്നതെന്നും പ്രതിപക്ഷാംഗങ്ങളായ PM ബഷീർ, E അരുൺ, മിനി ജോൺ തുടങ്ങിയവർ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.